എല്ലാവർക്കും മലബാറി ആൽപ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജർമ്മനിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബിയർ നഗരങ്ങളിൽ ഒന്നായിട്ടുള്ള കൂളംബാഹിലാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ബിയർ ഉൽപ്പാദനം നടക്കുന്നത് ഈ ഒരു കമ്പനികളുടെ പേരിലാണ്. മോൺഷോഫിൻ്റെയും കൂളംബാഹിൻ്റെയും ആ ഒരു കമ്പനികൾ. ജർമ്മനിയിലെ തന്നെ ഏറ്റവും ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാന കമ്പനികളാണ് കൂളംബാഹും മോൺഷോഫും. അവരുടെ ഈ ഒരു സ്ഥലത്തെ കുളംബാഹിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഈ ഒരു പുതിയ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ജർമ്മനിയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നായിട്ടുള്ള ക്ലാസൻബുർഗ് കോട്ടയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ആ ഒരു കോട്ടയും നമ്മൾ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് കടക്കാം. നമുക്ക് ഈ ഒരു സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ആ കാസിൽ കാണാൻ പറ്റും. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കാസിൽ, ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ കാസിലുകളിൽ ഒന്നാണ് ഈ ഒരു ക്ലാസൻബുർഗ് കാസിൽ. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ക്ലാസൻബുർഗ് കാസിൽ. നമുക്ക് അതിൻ്റെ മുകളിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു കാസിൽ. 12ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കാസിൽ നിർമ്മിച്ചത്. അപ്പോൾ ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായിട്ടുള്ള ആണ് ഈ ഒരു ക്ലാസൻബുർഗ് കാസിൽ. സോ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. നമുക്ക് ആദ്യം അവിടേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ബ്രൂവറി ഉള്ളത്, ബിയറുകളുടെ ബ്രൂവറി. അപ്പോൾ അത് നമുക്ക് കാണാം. ഈ ഒരു ചെറിയൊരു പുഴ പോലെ അല്ലെങ്കിൽ ഒരു കനാൽ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കനാലിൽ ഡാന്യൂബ് നദീനെ, ജർമ്മനിയിലെ തന്നെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഡാന്യൂബ് നദീനെയും മൈൻസ് നദീനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയൊരു കനാലാണ് ഈ ഒഴുകുന്ന കനാല് കുളംബാഹിൽ. ഇതല്ല കാസിൽ, പക്ഷെ ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു വർക്കുകളും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടാവും. നല്ല അടിപൊളിയാണ്. അതിൻ്റെ മുകളിൽ ഒരു കാസിലും. നമ്മൾ ന്യൂറംബർഗിലൊക്കെ വേറൊരു ആർക്കിടെക്ചറാണ് അല്ലേ? ഇവിടുത്തെ ഒരു വ്യത്യാസമുള്ള ഒരു വില്ലേജ് ടൈപ്പ് ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ആ ഭംഗിയൊക്കെ തന്നെ ആ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളുടെയൊക്കെ ഒരു ആർട്ട് വർക്കും നല്ലൊരു ലുക്സ് ബ്യൂട്ടിഫുൾ. നമ്മുടെ നാട്ടിലെ തിയേറ്ററൊക്കെ പോലെ തന്നെ ഇവിടുത്തെ ജർമ്മനിയിൽ നമ്മൾ തിയേറ്റർ എന്നല്ല പറയാം. അപ്പോൾ ഇവിടുത്തേർക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവർ സിനിപ്ലക്സ് എന്നാണ് പറയുക. അപ്പം നമ്മുടെ സിനിമകളൊക്കെ കീനോ അല്ലെങ്കിൽ സിനിമകളൊക്കെ റണ്ണാവുന്ന ഈ ഒരു തിയേറ്ററിന് സിനിപ്ലക്സ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു സിനിപ്ലക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ്, അതിൻ്റെ വില്ലേജും ചെറിയൊരു സെൻട്രൽ സ്ക്വയറൊക്കെ ഇതിനോട് തൊട്ടടുത്തിട്ടാണ് ഉള്ളത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു ഒരു ഇതേ ഉള്ളൂ, ഹാൾട്ട് എന്നുള്ളത്. ബസ് സ്റ്റോപ്പിൻ്റെ ഒരു ജർമ്മൻ ലെറ്ററിൽ ഹാൾട്ടാണ് അതിന് പറയുന്നത്. സോ ആ എച്ച് എന്നുള്ള സ്റ്റോപ്പ് കാണിച്ചാൽ നമുക്ക് ബസ് സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കാം. ഇവിടുത്തെ ഈ ഒരു വീടുകൾക്കൊക്കെ തന്നെ ഹാഫ് ടിമ്പേർഡ് ശൈലിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഈ മരങ്ങൾക്കൊക്കെ തന്നെ ഭയങ്കര നമ്മുടെ കണ്ണിന് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ല, ഇങ്ങനെ ചെറിയൊരു ലൈറ്റ് കളേഴ്സ് ഷെയ്ഡായിട്ട് ആണ് ഈ ഓരോ വീടുകൾക്കൊക്കെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറും എല്ലാം അവർ ചെയ്തിരിക്കുന്നത്. സോ ഇതിനൊരു ഹാഫ് ടിമ്പേർഡ് ശൈലിയിലുള്ള വീടുകൾ എന്നാണ് അതിനെ പറയുക. ഇവിടുത്തെ ജർമ്മനിയിലുള്ള വില്ലേജസിലൊക്കെ തന്നെ അങ്ങനെ എല്ലാ വില്ലേജസിലും അല്ല, ചിലപ്പോൾ മൗണ്ടെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ബവേറിയൻ സൈഡുകളിലൊക്കെ ഉള്ളൊരു ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ ഒരു ഹാഫ് ടിമ്പേർഡ് ശൈലിയിലുള്ള വീട് പണികൾ. സോ ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡിലെ കളറുകൾ, എല്ലാം ബ്രൗൺ, പിങ്ക്, അതേപോലെ ചെറിയ ലൈറ്റ് യെല്ലോ, ഇതിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ തന്നെ നല്ല കളർ കോൺട്രാസ്റ്റ് ഒക്കെ തരുന്ന നല്ല മനോഹരമായിട്ടുള്ള ആ കല്ലിട്ട വീതികളും ആ വഴികളൊക്കെ ഉണ്ടാവും. ഇതേപോലെ സ്റ്റോൺ പാത്തുകളും ഹാഫ് ടിമ്പർ ശൈലികളൊക്കെ വീടുകളൊക്കെ
ഇതിൻ്റെ ഒരു പണ്ടത്തെ ജർമ്മനിയുടെ ഒരു ഓൾഡ് വില്ലേജ് ആർക്കിടെക്ചർ ഇങ്ങനെയായിരുന്നു. സോ അതൊക്കെ നമുക്ക് ഈ ഒരു നഗരത്തിൽ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ ഒരു സെൻട്രൽ സ്ക്വയറിൽ എപ്പോഴും ഒരു സ്തൂപം അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു വെച്ചിട്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ജർമ്മനിയിലെ ഈ ഒരു ബവേറിയൻ സൈഡിലൊക്കെ തന്നെ ഒരു വില്ലേജസിൻ്റെ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും, ഒരു പ്രതിമയായിരിക്കും. അതിന് താഴെ ഒരു വാട്ടർ, കിളികൾക്കൊക്കെ ഇതേപോലെ പ്രാവുകൾക്കും കിളികൾക്കൊക്കെ വെള്ളം കുടിക്കാവുന്ന രീതിയിൽ ചെറിയൊരു വാട്ടർ. അവിടെ വെള്ളമൊന്നുമില്ല, ബട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ആർട്ട് വർക്ക്, ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാം. എല്ലാം ഇതേപോലെ തന്നെ കല്ലിൽ കൊത്തി പണിതിരിക്കുന്നതാണ്. സോ അതിന് ചുറ്റും ഇതേപോലൊരു സെൻട്രൽ സ്ക്വയർ എന്ന് പറയും. ഇപ്പോൾ ജർമ്മനിയിലെ ഒരു പ്രധാനപ്പെട്ട ബാങ്കാണ് സ്പാർക്കസെ. അപ്പോൾ ആ ഒരു ബാങ്കിൻ്റെ പണ്ടത്തെ ആർക്കിടെക്ചറിലെ ഒരു ബിൽഡിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും, ആ സ്പാർക്കസെ ബാങ്ക്. പണ്ട് ഇതൊരു കൂളംബാഹ്, ഇതൊരു ഒരു നമ്മുടെ നാട്ടിലൊക്കെ പോലെ ചെറിയ രാജവംശം, അങ്ങനത്തെ ഒരു കിങ്ഡം ആയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അന്നത്തെ കാലത്ത് നിർമ്മിച്ച അവരുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു സിമ്പിളാണ് ആ കാണുന്നത് അല്ലേ? ഇത് രണ്ട് കിങ്ഡംസ് ആയിരുന്നു, ചെറിയൊരു വലിയ രാജ്യങ്ങളായിരുന്നില്ല, ചെറിയൊരു രണ്ട് കൂട്ടു രാജ്യങ്ങളായിരുന്നു. അവർ രണ്ട് വലിയ ഒരു പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട്, അതായത് ഒരു അവരുടെ ഒരു കമ്പാനിയൻഷിപ്പ് ആ ഒരു രീതിയിൽ സാൽഫെൽഡ് ഇതിനടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അവരുടെ സൗഹൃദം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ സിമ്പിൾ കണ്ടത് രണ്ട് മീനിന്റെ. അതെ, അതേപോലെ തന്നെ അത് ഇവിടുത്തെ കിങ്ഡത്തിൻ്റെ. അതേപോലെ തന്നെ ഈ കാണുന്നത് ഒന്ന് ജർമ്മനിയുടെ ഒരു സെൻട്രൽ കൊടി, അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈ ഒരു കൂളംബാഹിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു റീജിയൻസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു ഫ്ലാഗുകളാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു കിങ്ഡത്തിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് ആ ഒരു കൂളംബാഹ് റീജിയൻ്റെ, ഫ്രാങ്കോണിയൻ റീജിയനിൽ അന്നത്തെ ഒരു ചെറിയൊരു രാജ്യമായിരുന്നു കൂളംബാഹ്. അപ്പോൾ ഇതിന് അന്നത്തെ കാലത്ത് മിഡീവൽ ടൈമിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, ഒരു കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ അവരൊരു റോയൽ കിങ്ഡത്തിൻ്റെ ഒരു എംബ്ലമാണ് ആ ഒരു നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ അവിടുന്ന് ചെറിയ ഈ ഒരു പള്ളിയിൽ ഇപ്പോൾ സമയം എന്തായി, സമയത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു കറക്റ്റ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ മണിയടിക്കും. നമ്മൾ ഈ ഒരു കല്ലിട്ട ആ വഴികളിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ആ ഒരു ഹാഫ് ടിമ്പേർഡ് ശൈലിയുള്ള വീടുകളും ഈ ആർക്കിടെക്ചറൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാം. ഇതിൻ്റെ മുകളിലാണ് ആ ഒരു കാസിലുള്ളത്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ തന്നെ ഈ ഒരു വില്ലേജസും വീടുകളിനോടൊക്കെ ചേർന്നിട്ട് തന്നെ പള്ളികളുണ്ടാവും. ഇവിടെ മെയിനായിട്ട് കത്തോലിക്ക പള്ളി, പ്രൊട്ടസ്റ്റൻ്റ് ഇവാഞ്ചലിസ്റ്റ് ചർച്ചുകളാണ് ഈ ഒരു ബവേറിയൻ സൈഡിൽ കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ കൂളംബാഹ് റീജിയനിലൊക്കെ കാത്തോലിക്ക പള്ളികളാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു പള്ളികളുടെ ആർക്കിടെക്ചർ വ്യത്യാസമുണ്ട്. ഞാൻ ആ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്, അതിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്താം. ഈ ഒരു വഴികളുടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വളരെ മനോഹരമുണ്ട് അന്നത്തെ കാലത്ത് ഈ ഇവർ വില്ലേജൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു രാജ്യത്തിൻ്റെ അന്നത്തെ കാലത്ത് ആ ഒരു എംബ്ലം കാണാൻ പറ്റും, കഴുകന്മാരുടെ ആ ഒരു സിംഹത്തിൻ്റെ ആ ഒരു അന്നത്തെ ഭരണത്തെ സൂചിപ്പിക്കുന്ന അവരുടെ എംബ്ലംസുകൾ. സോ ഈ വഴി കൂടെ മുകളിലേക്ക് നടക്കാണ്, അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഒരു കാസിലുള്ളത്. കാസിലേക്ക് നമുക്ക് എന്തെങ്കിലും പോകണം. വളരെ മനോഹരം കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ബിൽഡിങ്ങുകളും ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ചറിനേക്കാളൊക്കെ പണ്ട് കാലത്ത് ഒരു സ്ഥലത്ത് വന്ന ഒരു ഫീലാണ് ഇവിടെയൊക്കെ വരുമ്പോൾ ഉള്ളത്.